നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഭൂരിപക്ഷ സമുദായം അവഗണിക്കപ്പെടുന്നു എന്ന പരാതിയുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. BJP അവസരം തന്നാൽ നിഷേധിക്കില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ തെറ്റുതിരുത്തിയെത്തിയാൽ CPIM-നാകും ആദ്യ പരിഗണനയെന്നും വ്യക്തമാക്കി. SNDP സംഘടിപ്പിക്കുന്ന ചടങ്ങിലേക്ക് അമിത്ഷായെ ക്ഷണിക്കാനാണ് കൂടിക്കാഴ്ചയെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിശദീകരണം. എന്നാൽ അരമണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ ഭൂരിപക്ഷ സമുദായങ്ങൾ അവഗണിക്കപ്പെടുന്നതിലുള്ള പരാതി BJP ദേശീയ അധ്യക്ഷനെ ബോധ്യപ്പെടുത്തിയതായും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. BJP-യുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല. രാഷ്ട്രീയത്തെപ്പറ്റി ചർച്ച ചെയ്തു, ഒരു സഖ്യത്തെപ്പറ്റി സത്യമായി ഞങ്ങൾ ഒരു ചർച്ച ചെയ്തില്ല. അവർക്ക് എന്ത് ആശാപാരമെന്നറിയാമോ? ഈ BJP-ക്കാർ പറയുന്നത് മുഴുവൻ ഞങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടോ? ഞങ്ങൾ പറയുന്നത് മുഴുവൻ അവർ വിശ്വസിക്കണമെന്നുണ്ടോ? BJP കേരളത്തിൽ ശക്തമല്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ SNDP പ്രവർത്തകർക്ക് BJP അവസരം നൽകിയാൽ അത് നിഷേധിക്കുകയില്ലെന്നും കൂട്ടിച്ചേർത്തു. BJP-യാണ് സ്ഥാനാർത്ഥി തരുന്നെങ്കിൽ അവരൊന്ന് ശരിക്കും എന്തിനാ അവർ തള്ളണം? ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ BJP. അവർ തള്ളണമെന്ന് പറയാൻ എനിക്കിന്നെ ഭ്രാന്താണ്. ശൈലി മാറ്റാൻ പിണറായി വിജയനും CPIM-ഉം തയ്യാറാകണം. സ്നേഹത്തോടെ ആളുകളോട് പെരുമാറാൻ CPM നേതാക്കൾ പഠിക്കണമെന്നും SNDP ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഭൂരിപക്ഷ സമുദായത്തിനായിട്ട് ഒരു യോജിച്ചു പോകാൻ SNDP-ക്ക് ഏറെ താല്പര്യം ഇടതുപക്ഷമായിട്ടാണ്. അവർ തെറ്റുതിരുത്തി വന്ന് ഞങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ തയ്യാറാകുമെങ്കിൽ അവരായിരിക്കും ആദ്യ പരിഗണന. അതെനിക്ക് ബാക്കിയുള്ളവർക്കുള്ളൂ. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് അശോക് സിംഗാളും BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരനും വെള്ളാപ്പള്ളി നടേശനുമായുള്ള അമിത്ഷായുടെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ട ആനന്ദൻ, BJP വക്താവ് ശ്രീ VV രാജേഷ്, SNDP നേതാവ് ശ്രീ CK വിദ്യാസാഗർ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അമിത്ഷായുമായി വെള്ളാപ്പള്ളി നടേശൻ ചർച്ച നടത്തുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് വേണ്ടി സ്ഥാനാർത്ഥികളെ നിർത്താൻ തയ്യാറാകുന്നു. CPIM-ന് സ്വന്തം അടിത്തറ തകരുന്നു എന്ന തോന്നലുണ്ടാകുന്നുണ്ടോ? അതെങ്ങനെയാണ്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, അതുപോലെ ഒരുപാട് ആൾക്കാർ അമിത്ഷായെയും നരേന്ദ്രമോദിയും കാണുന്നുണ്ട്. അത് CPM-ന് എങ്ങനെയാണ് നഷ്ടമാകുന്നത്? വെള്ളാപ്പള്ളിക്കും തുഷാറിനും ആരെയും കാണാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ, പാർട്ടി നേതാക്കളെ കാണാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതവർ നിർവഹിച്ചു കാണും. അതിൻ്റെ ഫലമായി ഈഴവ സമുദായത്തിനോ അല്ലെങ്കിൽ CPM-നോ എന്താണ് ദോഷം വരിക? ഈ SNDP എന്ന് പറയുന്നത് അതിൽ ഈഴവരുടെ മുഴുവൻ SNDP-ക്കാരാണെന്ന് ആരെങ്കിലും ധരിച്ചിരിക്കുന്നെങ്കിൽ അത് ശരിയല്ല. പിന്നെ അദ്ദേഹം കാണുമ്പോൾ ഒരു കാര്യം എടുക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ട്, അതിന് ഞാൻ ശരിവെക്കുന്നു. രാജ്യത്ത് എല്ലാം ലഭിക്കുന്നത്, കേരളത്തിൽ ലഭിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിനാണ്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് NSS-ലും SNDP-യിലും ക്രിസ്തീയ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും ഹിന്ദുവിലും മുസൽമാനിലും ക്രിസ്ത്യാനിലുമുള്ള ധനാഠ്യന്മാർക്കാണ്, സമ്പന്ന വർഗമാണ്. അവരാണ് ന്യൂനപക്ഷം. അവർക്കിതെല്ലാം കിട്ടുമെന്നുള്ളത് ശരിയാണ്. എല്ലാ വിഭാഗത്തിലും പെടുന്ന മഹാഭൂരിപക്ഷം വരുന്ന പട്ടിണിക്കാർ, പാവങ്ങൾ, പണിയെടുക്കുന്നവൻ, ദരിദ്ര കൃഷിക്കാരൻ, അവരൊക്കെ പാപ്പരായും ദരിദ്ര ജീവിതം നയിക്കുന്നു. അവർക്കൊന്നും കിട്ടുന്നില്ല. സമ്പത്ത് മുഴുവൻ കോടിയേരി ബാലകൃഷ്ണൻ താങ്കൾ പറയുന്നത് ശരിവെക്കുന്നില്ലല്ലോ. BJP-യുമായുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള SNDP-യുടെ നിലപാട് ആത്മഹത്യാപരമാണ് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. RSS SNDP-യെ വിഴുങ്ങും. അത് SNDP പ്രവർത്തകർക്ക്, അത് SNDP-യുടെ ഭക്തർക്ക് അത് അനുവദിക്കാനാവില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ BJP-യുടെ RSS-ന്റെ സ്വാധീനത്തിലേക്ക് SNDP നീങ്ങുന്നു എന്ന ആ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അതിനെ CPIM ഭയക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടിയേരി ഇത് പറയുന്നത്. അപ്പോൾ ഈ മാറ്റത്തെ നിങ്ങൾ കുറച്ചുകൂടി രാഷ്ട്രീയമായി, സാമൂഹികമായി നോക്കിക്കാണുന്നുണ്ടോ? മനുഷ്യരാശി മുഴുവൻ ഒന്നായി കാണുന്ന അദ്വൈത ചിന്തയും മാനവധർമ്മവുമാണ് ശ്രീനാരായണ ധർമ്മം. ആ ശ്രീനാരായണ ധർമ്മം നടപ്പാക്കുന്ന, പ്രയോഗത്തിൽ വരുത്തുന്ന, ആ ദർശനം നടപ്പാക്കുന്ന SNDP യോഗം മുഴുവൻ BJP-യുടെ കൂടെ പോകുമെന്ന് ഞാൻ സ്വപ്നേവ് കരുതുന്നില്ല. ശ്രീ വെള്ളാപ്പള്ളിക്ക് പോകാം, തുഷാറിന് പോകാം, SNDP-യിലുള്ള പല നേതാക്കൾക്കും പോകാം. പക്ഷേ SNDP യോഗം ഈ മാനവധർമ്മം പുലർത്തുന്ന, ശ്രീനാരായണ ദർശനം നടപ്പാക്കുന്ന SNDP-ക്ക് ഒരിക്കലും BJP-യിൽ ലയിക്കാനോ അതിലുള്ള ആൾക്കാരെല്ലാം BJP-യിൽ ചേരുമെന്നോ ഞാൻ ഒരിക്കലും കരുതുന്നില്ല. BJP-യുടെ ലക്ഷ്യവും അവരുടെ ദർശനമൊക്കെ നമുക്കറിയാമല്ലോ.
അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് 2020 ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ ഇതര ഭാരതം കെട്ടിപ്പടുക്കുമെന്ന്. അത് പറഞ്ഞ ആ പ്രസ്താവന നടത്തുന്ന അവസരത്തിൽ ഇന്ന് വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാവായ സിംഗാൾ അടക്കം ശ്രീ വെള്ളാപ്പള്ളിയുടെ കൂടിക്കാഴ്ച സമയത്ത് അദ്ദേഹം സന്നിഹിതരായിരുന്നു. അത് ശ്രീ സുഷമ സ്വരാജിന്റെ സാന്നിധ്യത്തിലാണെന്നെല്ലാം പറയുന്നത്. ശ്രീനാരായണ ധർമ്മം അതല്ല. ശ്രീനാരായണ ധർമ്മം നടപ്പാക്കുന്നതാണ് SNDP. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. ആ ശ്രീനാരായണ ധർമ്മത്തിന് ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. ആ BJPയുടെ കൂടെ ശ്രീ വെള്ളാപ്പള്ളി പോയാൽ SNDP യോഗം മുഴുവൻ പോകുമെന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതങ്ങനെ പോകാൻ ഇടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, SNDP യോഗം ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനൊപ്പമാണ്. അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ അദ്ദേഹത്തോടൊപ്പമാണ്. അദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നു. ഇവിടെ ന്യൂനപക്ഷം, ഭൂരിപക്ഷം, ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് വിദ്യാഭ്യാസാവകാശം, അതുപോലെ സമ്പത്ത്, അധികാരം, ഇതെല്ലാം തന്നെ എത്തപ്പെടുന്ന ഒരു സവിശേഷ സാഹചര്യത്തിലാണ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഐക്യം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് BJPയുമായി ഐത്തം അവസാനിപ്പിച്ച് സഹകരിക്കാം എന്ന നിലപാടിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ എത്തുന്നത്. അദ്ദേഹം ആ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അത് പറയുന്നത്. അത് പറയുമ്പോൾ SNDP യോഗം, അതിൻ്റെ പ്രവർത്തകർ ആ കാഴ്ചപ്പാട് വച്ചു പുലർത്തില്ല എന്ന് എങ്ങനെ താങ്കൾക്ക് പറയാൻ കഴിയും? ഞാൻ ഇപ്പോൾ പ്രകാശ് പറഞ്ഞ ഞാൻ അത് അംഗീകരിക്കുകയാണ്. ഇന്ത്യയിൽ 1% കയ്യിലാണ്. ഇന്ത്യയിൽ സമ്പത്തിൻ്റെ 48.9%, ഏതാണ്ട് 49%. ബാക്കി 99% കയ്യിലാണ് പകുതി സമ്പത്ത്. അതിലുള്ള കൃഷിക്കാരും തൊഴിലാളികളും കച്ചവടക്കാരും പാവപ്പെട്ട ജനങ്ങളും അവരാണ് മഹാഭൂരിപക്ഷം. അതുകൊണ്ട് സമ്പത്ത് ഒരു വശത്ത് കേന്ദ്രീകരിക്കുന്നു, 1% കയ്യിൽ കേന്ദ്രീകരിക്കുന്നു. ആ കേന്ദ്രീകരിച്ചതിൽ ഈഴവരുണ്ട്, നായരുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, എല്ലാ മതവിഭാഗത്തിലും പെടുന്ന സമ്പന്നന്മാരാണ് ഈ 1%. അവരുടെ കയ്യിലാണ് ഈ സമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ ബാക്കിയുള്ള 99% ദരിദ്രനാരായണന്മാരാണ്, പട്ടിണി പാവങ്ങളായി കിടക്കുന്നത്. അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ ചിത്രം. അവിടെ SNDP യോഗം എവിടെ നിൽക്കും? അവിടെ ശ്രീ വെള്ളാപ്പള്ളി എവിടെ നിൽക്കും? അവിടെ ഈ മഹാഭൂരിപക്ഷം വരുന്ന ദരിദ്രനാരായണന്മാരുടെ കൂടെ നിൽക്കുമോ? അതിൽ നായരുണ്ട്, ഈഴവനുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. അവരുടെ കൂടെ നിൽക്കുമോ? 1% സമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ മതവിഭാഗങ്ങളിൽ, സമുദായ വിഭാഗങ്ങളിൽ പെടുന്ന പ്രമാണി വർഗത്തിന്റെ കൂടെ നിൽക്കുമോ? ആ ചോദ്യം SNDPയിൽ ഉയർന്നു വരും. SNDPയുമായി നടക്കുന്ന സാധാരണ ഈഴവരുണ്ട്, ശ്രീനാരായണീയരുണ്ട്. അവർ ഈ ചോദ്യം ഉയർത്തും. മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവൻ, പണിയെടുക്കുന്ന ഈഴവൻ, പട്ടിണി കിടക്കുന്ന ഈഴവൻ, തൊഴിലില്ലാതെ നടക്കുന്ന ഈഴവൻ, ദരിദ്ര കൃഷിക്കാരൻ, ഇവരുടെയൊക്കെ പ്രശ്നമാണോ? അതല്ല ഈഴവ സമുദായത്തിൽ തന്നെ വരുന്ന പ്രമാണിവർഗത്തിൻ്റെ ധനവാന്മാരുടെയും അതുപോലെ മുസ്ലിം സമുദായത്തിലെയും ക്രിസ്ത്യൻ സമുദായത്തിലും വരുന്ന പ്രമാണിവർഗത്തിൻ്റെ താല്പര്യത്തിന് അവരാണ് ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കാനാണോ SNDP യോഗം കരുതുന്നത്? അതല്ല മഹാഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കുകയാണ്? ഈ ചർച്ച SNDP യോഗത്തിൽ ഉയർന്നു വരും. വളരെ വ്യക്തമാണ്. താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ CK വിദ്യാസാഗർ, താങ്കൾ ഉൾപ്പെടെയുള്ളവർ SNDP യോഗം ഒരു പ്രത്യേക സമയത്ത്, ഒന്ന് സവർണരും അവർണരും എന്ന വിവേചനം കേരളത്തിലുണ്ടായിരുന്നു. അതിൽ അവർണ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയാണ് SNDP. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗത്തിൻ്റെ ഐക്യം എന്നതായിരുന്നു ഒരു സമയത്തെ മുദ്രാവാക്യം. പിന്നാക്ക വിഭാഗത്തിൻ്റെ ഐക്യത്തിലൂടെ സാമൂഹിക നീതി, അതായിരുന്നു SNDP യോഗം ഉയർത്തിയ മുദ്രാവാക്യം. അതിൽ നിന്നെല്ലാം മാറി സവർണ അവർണ വിവേചനം ഇല്ലാതായി. അവർണനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പിന്നെ എങ്ങനെ സവർണ അവർണ വിവേചനം പറയാൻ കഴിയും? അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സാമൂഹിക നീതി ലഭ്യമാക്കുക എന്നതാണ് SNDP യോഗത്തിൻ്റെ ലക്ഷ്യം എന്ന് അമിത്ഷായെ ബോധ്യപ്പെടുത്തി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. SNDPക്ക് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞതുപോലെ ആ സംഘടനയെ അപ്പാടെ, ആ ഈഴവ ജനവിഭാഗത്തെ അപ്പാടെ BJPയുടെ കാൽക്കീഴിലേക്ക് നീക്കാൻ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും കഴിയുമോ? SNDP യോഗത്തെ അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ മുഴുവൻ അണികളെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാൽക്കീഴിലേക്ക് കൊണ്ടുപോകുവാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. അതാണ് വസ്തുത. അത് BJPയിലേക്കെന്നല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മൊത്തമായിട്ട് SNDP യോഗ പ്രവർത്തകരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് SNDP യോഗത്തിൻ്റെ മേഖലകളിൽ നിന്ന്, ഈഴവ സമുദായത്തിൻ്റെ മേഖലകളിൽ നിന്ന് ഒരു വിഭാഗം ജനങ്ങൾ, കുറേ പേരൊക്കെ അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള നിലപാടുകളിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി അത് ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് ഉപോത്ബലകമായിട്ട് പല സാഹചര്യങ്ങളും ചൂണ്ടിക്കാണിക്കുവാനുമുണ്ട്. അതിൻ്റെ കാരണത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിശകലനത്തിലേക്ക് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ നിർഭാഗ്യവശാൽ കടക്കുന്നില്ല. അദ്ദേഹം വർഗരാഷ്ട്രീയത്തിൻ്റെ ചുവട് പിടിച്ച് വളരെ വിശാലമായ ഒരു 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 സിദ്ധാന്തവൽക്കരണത്തിലൂടെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണോ എന്നെനിക്ക് സംശയമുണ്ട്. മിസ്റ്റർ ആനത്തലവട്ടം ആനന്ദനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വാസ്തവത്തിൽ വളരെ മുഖാമുഖം ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് ഇവിടുത്തെ പിന്നോക്ക മർദ്ദിത ജാതി ജനവിഭാഗങ്ങൾ അവരുടെയൊക്കെ പരമ്പരാഗത നിലപാടുകളാണെന്ന് ധരിക്കപ്പെടുന്ന നിലപാടുകളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന ഗ്രൗണ്ട് റിയാലിറ്റി, കേരള രാഷ്ട്രീയത്തിൻ്റെ തൽസ്ഥിതി എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു 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 ശരിയായ ചർച്ച, ഒരു തുറന്ന ചർച്ച, അതിന് അവരെ പോലുള്ളവർക്ക് തയ്യാറായാലേ ഈ പ്രശ്നത്തിന് ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയുള്ളൂ. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അടിയറ വെക്കാൻ പോകുന്നു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സഹായിക്കുന്നവരെയൊക്കെ സഹായിക്കുന്ന ഒരു മനോഭാവം, നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വലിയ തെറ്റാണ് എന്ന് പറയാനും ഒക്കത്തില്ല. പിന്നെ വാസ്തവത്തിൽ എക്കാലത്തും എന്നെപ്പോലുള്ളവർ SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ഉള്ളപ്പോഴും ഇപ്പോഴും കേരളത്തിലെ മർദ്ദിത ജാതി ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ ശാക്തീകരണം ഒരനിവാര്യമായ സംഗതിയാണ്, ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. കാരണം മറ്റൊന്നുമല്ല, കേരള രാഷ്ട്രീയം ഒരു വിലപേശൽ രാഷ്ട്രീയത്തിന്റെ മേഖലയിലേക്ക് അധപ്പതിച്ചു പോയിരിക്കുന്നു. അവിടെ പ്രത്യയശാസ്ത്രങ്ങളുടെയും ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും ഒക്കെ അതിർവരമ്പുകൾ ലോപിച്ചു പോവുകയും സംഘടിച്ച് വിലപേശാൻ കഴിയുന്നവർക്ക് കേരള രാഷ്ട്രീയത്തിന്റെ അധികാരത്തെ കൈയാളാമെന്നും അതിന്റെ വിഭവ പങ്കാളിത്തങ്ങളെ നിയന്ത്രിക്കാമെന്നും തങ്ങളുടെ തുരുത്തുകളിലേക്കൊക്കെ ആ വിഭവങ്ങളുടെ ചാലുകൾ യഥേഷ്ടമായി കീറി കൊണ്ടുപോകാൻ കഴിയുമെന്നും ഒക്കെ ഉള്ള ഒരു സ്ഥിതിഗതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് SNDP യോഗം ഉണ്ടാക്കിയതല്ല. ആ ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുത്തിയതിൽ ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്കും വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കും ഒക്കെ ഉത്തരവാദിത്വമുണ്ട്. ഒരുപക്ഷെ ആ ഉത്തരവാദിത്വത്തിന്റെ ഡിഗ്രികൾക്ക് മാറ്റമുണ്ടായേക്കാം. പക്ഷെ ബേസിക്കലി കേരള രാഷ്ട്രീയത്തെ ആശയ രാഷ്ട്രീയത്തിൽ നിന്നും ആദർശ രാഷ്ട്രീയത്തിൽ നിന്നും വ്യതിചലിപ്പിച്ച് ഒരു വിലപേശൽ രാഷ്ട്രീയത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോയതിൽ ഇവിടുത്തെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. ആ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാടുകളെ താലോലിക്കുന്ന വിധത്തിൽ പലപ്പോഴും സൗകര്യപ്രകാരം വലതുപക്ഷ രാഷ്ട്രീയക്കാർ, UDFകാരും LDFകാരും നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയി. ഇന്നിപ്പോൾ വന്ന് പരവതാനിക്കടിയിൽ ഈ യാഥാർത്ഥ്യങ്ങളെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്തവണ്ണം ഒബ്ട്രൂസീവായിട്ട്, വളരെ പ്രത്യക്ഷമായിട്ട് ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു ചാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊക്കെ അല്ലേ ഒരു വിഭാഗം ആളുകളെങ്കിലും അവരുടെ പരമ്പരാഗതമായിട്ടുള്ള നിലപാടുകളിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് മറ്റു പല നിലപാടുകളിലേക്കും മാറുന്നത് എന്ന് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും അതുപോലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും ചിന്തിക്കണം. ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പറഞ്ഞുവല്ലോ, പിന്നോക്ക മർദ്ദിത ന്യൂനപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ ജനാധിപത്യപരമാണെന്നും പിന്നോക്ക അധസ്ഥിത ജനവിഭാഗങ്ങൾ, അതായത് മർദ്ദിത ജാതി ജനവിഭാഗങ്ങൾ രാഷ്ട്രീയ ശാക്തീകരണത്തിന് ശ്രമിച്ചാൽ അത് കേവലം ജാതി രാഷ്ട്രീയമാണെന്നും അത് വളരെ നീച രാഷ്ട്രീയമാണെന്നും ഒക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരളവുകോല് ഇവിടുത്തെ പുരോഗമന രാഷ്ട്രീയത്തിന്റെ ഒക്കെ വക്താക്കളായി അറിയപ്പെടുന്ന പല ആളുകളും ആ രൂപത്തിൽ ഇവിടെ അടിച്ചേൽപ്പിച്ചിരിക്കുക. വാസ്തവത്തിൽ കേരളത്തിൽ ഇന്ന് അനിവാര്യമായിട്ടുള്ളത് ഒരു പിന്നോക്ക അധസ്ഥിത ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ ശാക്തീകരണമാണ്. അങ്ങനെ രാഷ്ട്രീയ ശാക്തീകരണം അവർക്ക് പരിശ്രമിക്കേണ്ടി വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, മറ്റു പല വിഭാഗങ്ങളും രാഷ്ട്രീയ ശാക്തീകരണത്തിലൂടെ വിലപേശലിന് കളമൊരുക്കുകയും ആ വിലപേശലിൽ വിജയിക്കുകയും ആ വിലപേശൽ തന്ത്രത്തിന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ അരുനിന്ന് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിലപേശാൻ ശേഷിയുള്ള വിഭാഗമായി കേരളത്തിലെ ഈ ശിഥിലമായി കിടക്കുന്ന പിന്നോക്ക അധസ്ഥിത ജനവിഭാഗങ്ങൾ അവർ വ്യക്തമാണ്, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ശ്രീ VV രാജേഷ്, SNDP വിഭാഗം അത് എത്രത്തോളം
BJPക്ക് കേരളത്തിൽ അടിത്തറയാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥികളെ നിർത്താൻ നിങ്ങൾ തയ്യാറായാൽ സഹകരിക്കാൻ തയ്യാറാണ് എന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന, അതുപോലെ അയിത്തം അത് അവസാനിപ്പിച്ചു എന്ന പ്രസ്താവന SNDP യോഗത്തെയും ഈഴവ ജനവിഭാഗത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയായി BJP വിലയിരുത്തുന്നുണ്ടോ? അതിൽ BJP വിജയം കണ്ടു തുടങ്ങിയോ? താങ്കളുടെ ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് ചില തിരുത്തലുകൾ ഞാൻ വരുത്തിയാണ്. കാരണം SNDP യോഗത്തെയും അതുപോലെ തന്നെ അവരുടെ അടിത്തറയെയും ഒരു രാഷ്ട്രീയ കക്ഷിക്കും കേരളത്തിൽ സഖ്യകക്ഷിയാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ നിന്നുകൊടുക്കുന്ന പ്രസ്ഥാനവുമല്ല SNDP യോഗം. ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ അവസാന ഭാഗം, ഞങ്ങൾ ഇടതുപക്ഷവുമായി സഹകരിക്കുവാൻ പോലും ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ അവർ തിരുത്തലിന് വിധേയമാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സഖ്യകക്ഷിയായി മാറാൻ പോകുന്നു എന്നുള്ള വ്യാഖ്യാനത്തിലേക്കൊന്നും ഞാൻ എത്തിച്ചേരുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. BJP സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഒരു പക്ഷേ SNDP യോഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്ന ഒരു സമീപനമാണ് BJP ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ഒരു സാമൂഹ്യ മുന്നേറ്റത്തിനനുസരിച്ചുള്ള നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ നിലപാടുകൾ ശരിയെന്ന് തോന്നുന്ന SNDP യോഗത്തെയും SNDPയുടെ ദർശനങ്ങളെയും ഗുരുദേവ ദർശനങ്ങളെയും സ്നേഹിക്കുന്നവർ ഒരു രാഷ്ട്രീയ ശക്തി എന്നുള്ള നിലയ്ക്ക് BJPയെ പിന്തുണച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. ഒരുപക്ഷെ അതിന്റെ തുടക്കമായിരിക്കാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ SNDP യോഗം ഇല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട നല്ലൊരു ശതമാനം ഭൂരിഭാഗം കേരളത്തിലെ ജനതയും കാലാകാലങ്ങളായി പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷത്തെയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയെയാണ്. അവിടെ അവർ ഇന്ന് തിരിച്ചറിവിന്റെ മേഖലകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്രയും കാലം ആ പ്രസ്ഥാനത്തെ പിന്തുണച്ചിട്ടും ഈഴവ സമുദായത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷം നിൽക്കുന്ന ജില്ലകളൊക്കെ തന്നെ ഇന്നും പിന്നോക്ക ജില്ലകളായിട്ട് അവശേഷിക്കുന്നു. അവർക്ക് അവരുടെ ജനസംഖ്യയ്ക്കോ അല്ലെങ്കിൽ അവരുടെ അർപ്പണ മനോഭാവത്തിനോ അനുസരിച്ചിട്ടുള്ള യാതൊരു സഹായവും പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവരെ പരമാവധി ചൂഷണം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ അവർക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് രക്തസാക്ഷികളാകാൻ വേണ്ടി മാത്രം. ഞാൻ പറയുന്ന കണക്കുകൾ താങ്കൾ പരിശോധിക്കൂ. കേരളത്തിൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി ജയിലിൽ പോയിട്ടുള്ളതും മരണപ്പെട്ടിട്ടുള്ളതിലും 99% ഈഴവ സമുദായത്തിൽ ഉൾപ്പെടെയുള്ളവർ ഉള്ള പിന്നോക്ക വിഭാഗക്കാരാണ്. എന്നാൽ ഗുരുദേവന്റെ പേരിൽ ഒരു സർവകലാശാല കേരളത്തിൽ പടുത്തുയർത്തുവാൻ വേണ്ടി ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? ഗുരുദേവന്റെ പേരിൽ ഗുരുദേവ ദർശനങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയെ കേരള മുഖ്യമന്ത്രിയാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? പറയും ശ്രീ VS അച്യുതാനന്ദന്റെ കാര്യം. അക്കഥയൊക്കെ നമ്മൾ കണ്ടാണല്ലോ. സ്വാഭാവികമായി ആയതല്ല, അദ്ദേഹം പിടിച്ചു വാങ്ങിയതാണ്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി കേരള മുഖ്യ എന്ന് പറഞ്ഞ് വിജയിച്ചതിന് ശേഷം KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. ശ്രീ VH അച്യുതാനന്ദൻ അവിടെ ആലപ്പുഴയിൽ പരാജയപ്പെട്ടതിനെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ ആ സമുദായത്തെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് അടിത്തറ പടുത്തുയർത്തുകയും അധികാരത്തിൽ വന്നപ്പോൾ ആ സമുദായത്തെ മറക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ SNDP യോഗം ചെയ്തു വന്ന കാര്യങ്ങൾ പിന്നീട് ഇടതുപക്ഷം ഏറ്റെടുത്തപ്പോഴാണ് യോഗം ആ മേഖലയിൽ നിന്നും മാറിയത്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോഴേക്കും ഇടതുപക്ഷം ആ സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നില്ലെന്നും അവർ പിന്നോട്ട് പോയി. ഒട്ടും പിന്നിലുള്ള UDFന്റെയും അവസ്ഥ. ഇന്ത്യയിൽ രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും പേരിൽ നിരവധി പ്രോജക്റ്റുകളുണ്ട്. എന്നാൽ ഇന്ത്യക്ക് തന്നെ ലോകത്തിന് മാതൃകയാട്ടാൻ കണക്കിനുള്ള ജീവിതത്തിന് ഉടമയായിട്ടുള്ള ഗുരുദേവന്റെ പേരിൽ ഒരു പ്രോജക്റ്റ് പോലും ഒരു പദ്ധതിക്ക് പോലും നാമകരണം നൽകുവാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ KJ ജേക്കബ് ടെലിഫോൺ ലൈനിൽ. ശ്രീ KJ ജേക്കബ്, ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ BJPയുമായുള്ള ഐത്തമെല്ലാം അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐത്തത്തിൻ്റെ പ്രസക്തിയില്ല എന്ന് പറയുമ്പോഴും ഇടതുപക്ഷവുമായി സഹകരിക്കാനാണ് താല്പര്യം എന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷം തെറ്റുതിരുത്തണം. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ വെള്ളാപ്പള്ളി നടേശനുമായി ചർച്ച നടത്തി, അല്ലെങ്കിൽ പിണറായി വിജയൻ തുഷാർ വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്തി. പക്ഷേ അതൊന്നും ഫലവത്തായില്ല. അമിത്ഷായുമായി ചർച്ച നടത്താനും കാര്യങ്ങൾ നടത്താനുമാണ് വെള്ളാപ്പള്ളിക്ക് താല്പര്യം. പക്ഷേ പിണറായി വിജയൻ ഒന്ന് ചിരിച്ചാൽ, തെറ്റ് തിരുത്തിയാൽ, ആഭ്യന്തരമായി ആ പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചാൽ സഹകരിക്കാൻ അവർക്ക് താല്പര്യം ഇടതുപക്ഷത്തോടാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം അതാണോ വെള്ളാപ്പള്ളി നടേശനെ അമിത്ഷായുടെ അടുത്തേക്ക് തള്ളി നീക്കുന്നത്? എനിക്ക് തോന്നുന്നത് പിന്നെ CPM-നെ SNDP വിട്ടുകളയണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കേരളത്തിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാത്ത ഒരു പാർട്ടിയും പ്രസ്ഥാനവും എന്ന നിലയ്ക്ക് ഇടതുപക്ഷവുമായിട്ടുള്ള എല്ലാ ബന്ധവും SNDP അവസാനിപ്പിക്കുകയാണ് നല്ലത്. എന്ന് മാത്രമല്ല, ശ്രീ വിദ്യാസാഗരോട് സൂചിപ്പിച്ചതുപോലെ കേരളത്തില് ന്യൂനപക്ഷങ്ങളും അതായത് ഈ വിലപേശലിന്റെ രാഷ്ട്രീയം വഴി ഇതിന്റെ അകത്തെ കുറച്ച് ന്യൂനപക്ഷങ്ങൾ വളരെയധികം നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞതും പറയാതെ പോയതുമായ ഒരു കാര്യം, വിദ്യാഭ്യാസ രംഗത്ത് ന്യൂനപക്ഷങ്ങളുടെ വലിയ ഒരു മേൽക്കൈ കേരളത്തിലുണ്ട്. അതിൽ തന്നെ ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്തൊരു കാര്യമാണ് പ്രൈവറ്റ് മാനേജ്മെന്റുകൾ നിയമനം നടത്തുകയും സർക്കാർ പണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി. ഇത് സാധാരണഗതിയിലും എനിക്കൊന്ന് SNDP യോഗത്തിന്റെയും ഏറ്റവും വലിയ പരാതികളിൽ ഒന്ന് ഇതാണ്. ഈ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വൻതോതിൽ ന്യൂനപക്ഷങ്ങൾക്ക് സഹായകരമായ നിലപാട് ഇടതുപക്ഷം പോലും സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ SNDP യോഗം ആവശ്യപ്പെടേണ്ടത് ഈ സ്വകാര്യ മേഖലയിലുള്ള എല്ലാ നിയമനങ്ങളും PSCക്ക് വിടണം. അപ്പോൾ അതിൽ ഈ എല്ലാ പിന്നോക്ക ജാതിക്കാരനും ഒക്കെ അതിൻ്റെ അകത്ത് ജോലി കിട്ടും. അപ്പം നമ്മളെ കണക്കെടുക്കുകയാണെങ്കിൽ സ്വകാര്യ മേഖലയിൽ ഇപ്പം കേരളത്തിൽ 100 കണക്കിന് കോളേജുകളും സ്കൂളുകളും സമൂഹത്തിന്റെ കയ്യിലുണ്ട്. അതിൽ അവരുടെ ഭാഗത്തിൽപ്പെട്ടവരല്ലാതെ ഒരു പിന്നോക്കക്കാരന് ഒരു ഈഴവനോ കാണാൻ പറ്റില്ല. അപ്പൊ SNDPയുടെയും NSSന്റെയും ക്രിസ്ത്യൻ സമുദായത്തിന്റെയും ഒക്കെ കീഴിലുള്ള സർക്കാർ പണം കൊടുക്കുന്ന എല്ലാ ഉദ്യോഗങ്ങൾക്കും PSCക്ക് വിടാൻ അങ്ങനത്തെ ഒരു കാര്യം കൂടി SNDP യോഗം ആവശ്യപ്പെടണം. എന്ന് മാത്രമല്ല, SNDP യോഗം ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറുക തന്നെയാണ് നല്ലത്. കാരണം ഇതിങ്ങനെ പിണറായി വിജയനോട് അവിടെ ചർച്ച നടത്തുന്നു, ഇവിടെ അമിത്ഷായോട് ചർച്ച നടത്തുന്നു, എന്നിട്ട് ഞങ്ങൾ വിലപേശലിനില്ല എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ ഒരു ഭംഗിക്കുറവാണ് ഒഴിവാക്കുകയും ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം ഉണ്ടാക്കുന്നു, അത് BJP ആയിട്ട് അലൈൻ ചെയ്യുന്നു, എന്നിട്ട് ഞങ്ങൾ പിന്നോക്കക്കാർക്ക് വേണ്ടി നിൽക്കുന്നു അങ്ങനെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള വളരെ സത്യസന്ധമായ ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് അമിത്ഷായോട് ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ട് ചെന്നിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് പിണറായി വിജയനോടാണ് അല്ലെങ്കിൽ CPMനോടാണ് താല്പര്യം എന്ന മട്ടിലുള്ള നിലപാടെടുക്കുന്നതിൽ ഒരു ഭംഗികരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി വളരെ പ്ലെയിൻ ആയിട്ട് പിന്നോക്കക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. BJP ആണ് ഞങ്ങളെ സംബന്ധിച്ചത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു കക്ഷി. അവരാണ് ഞങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ തരാൻ സാധ്യത എന്നുള്ള കാര്യം നാട്ടുകാരോട് പറയുകയും അതിനനുസരിച്ച് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അത് വളരെ പ്രാഗ്മാറ്റിക് ആണ്, വളരെ വ്യക്തമാണ്. ശ്രീ CK വിദ്യാസാഗർ, ഇപ്പോൾ KJ ജേക്കബ് ചൂണ്ടിക്കാണിക്കുന്നത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ അമിത്ഷായുമായി ചർച്ച നടത്തിയ ശേഷവും പിണറായി വിജയനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നു, CPIMനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യമല്ല. കാരണം ഈഴവ സമുദായത്തിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് അവരോട് BJPയുമായി സഹകരിക്കാം, അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം അതിൽ നിന്ന് സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായവരെ BJPയുടെ സ്ഥാനാർത്ഥിയായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിർത്താമെന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഈ ഇടതുപക്ഷ അണികൾക്ക് അതൊരു ചെറിയ അലോസരമുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷം നല്ലതാണ്, എനിക്ക് താല്പര്യം ഇടതുപക്ഷത്തോട് സഹകരിക്കലാണ്, പക്ഷേ ഇടതുപക്ഷം തിരുത്താൻ തയ്യാറാകുന്നില്ല എന്ന ഒരു കുറ്റപ്പെടുത്തൽ നടത്തിക്കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് കിട്ടാൻ കൂടുതൽ നല്ലത് BJP എന്ന ഒരു അപകടകരമായ രാഷ്ട്രീയം വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വയ്ക്കുന്നു എന്ന ആ വിമർശനം അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തിരുത്തേണ്ടതല്ലേ? വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണത്. എൻ്റെ എളിയ അഭിപ്രായത്തിലും SNDP യോഗം ഒരു പിന്നോക്ക രാഷ്ട്രീയ ശാക്തീകരണത്തിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങണം. ആ പിന്നോക്ക രാഷ്ട്രീയ ശാക്തീകരണത്തിന് വേണ്ടി വന്നാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി SNDP യോഗം നേരിട്ടുണ്ടാക്കുകയല്ല എങ്കിൽ വേറെ ഏതെങ്കിലും അതിന് പറ്റിയ വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ആ രാഷ്ട്രീയ സംവിധാനം രൂപപ്പെടുകയും അങ്ങനെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് SNDP യോഗത്തിൻ്റെ ഒരു പരസ്യമായ പിന്തുണ ഇല്ലെങ്കിൽ പോലും മറ്റെല്ലാ രാഷ്ട്രീയക്കാരും പ്രവർത്തിക്കുന്ന പോലെ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രോത്സാഹനം SNDP യോഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്താൽ കേരളത്തിൽ ഒരു പിന്നോക്ക രാഷ്ട്രീയ ചാനൽ, ഒരു ചാല് രൂപപ്പെടും. അത് വളരെ സജീവമാക്കാൻ SNDP യോഗത്തിന് വലിയ സഹായങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, BJPയുടെ ഇവിടുത്തെ ഒരു തീവ്ര ഹിന്ദുത്വപരമായ നിലപാടുകൾ ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥയ്ക്ക് പലതും അവരുടെ വടക്കേ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ അജണ്ട കേരളത്തിന് സ്വീകരിക്കാവുന്നതല്ല. കേരളത്തിൽ ഈ 80% ആളുകളും ഭക്ഷിക്കുന്ന മാട്ടിറച്ചി ഇവിടെ ഭക്ഷിക്കാൻ മേലെന്നും ഇവിടെ പശുവിനെ കാളയൊന്നും കൊള്ളാൻ മേലെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ തീവ്രവാദപരമായ ഒരു ആശയമായിട്ട് കേരളത്തിൽ മലയാളിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ
നമുക്ക് അമ്പലം പണിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി അതിന് വളരെ കൊള്ളാം, നല്ല കാര്യമാണെന്ന് പറഞ്ഞേക്കും. പക്ഷെ വേറൊരു വിഭാഗത്തിന്റെ പള്ളി പൊളിച്ചും വെച്ചിട്ട് നമുക്കൊരു അമ്പലം പണിയാം, അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് അമ്പലം പണിയണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യത്തിന്, അത്തരത്തിലുള്ള ഒരു അജണ്ടയ്ക്കൊന്നും ഈ കേരളത്തിലെ ആനന്ദൻ, ഈ CK വിദ്യാസാഗറിന്റെ നിരീക്ഷണമുണ്ടല്ലോ, അതെ, കേരളം ഒരു പ്രത്യേകമായ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു സ്ഥലമാണ്. അവിടെ BJPയുമായി ചേർന്ന് BJPയുടെ ഉത്തരേന്ത്യൻ മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കുക ബുദ്ധിമുട്ടാണ്. പക്ഷേ അതേസമയം പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ മുന്നേറ്റം വേറെ നടത്തണം എന്ന് ശ്രീ വിദ്യാസാഗറും പറയുമ്പോഴും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇടയിലുള്ള ഒരു രാഷ്ട്രീയം, അതാണ് ഇപ്പോഴും അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ? തീർച്ചയായും കഴിയും. ഇവിടെ എൻ്റെ സ്നേഹിതൻ വിദ്യാസാഗർ ഉൾപ്പെടെ ഇരുട്ടിൽ തപ്പുകയാണ്. ഇവർ വസ്തുത കാണുന്നില്ല. ഇവിടെ ജാതിരഹിത മതരഹിത സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ദർശനമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റേത്. അതാണ് SNDP യോഗം ഉയർത്തിപ്പിടിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഉയർത്തിപ്പിടിക്കുന്നതും അതാണ്. അതുകൊണ്ടാണ് ഈഴവ സമുദായം, പിന്നോക്ക സമുദായത്തിൽപ്പെടുന്ന ഈഴവ സമുദായം ഈ ജാതിരഹിത മതരഹിത സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ദർശനത്തിൽ ശ്രീനാരായണരായി അതിൽ വിറച്ചു നിന്നത്. ആ തത്വം നടപ്പാക്കുന്നതിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ഈഴവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്നു. അവർ അതിൽ നിന്ന് മാറി ജാതിരഹിതമല്ല, ജാതിക്കധിഷ്ഠിതമായ മതത്തിനധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലേക്ക് ഈഴവർ മുഴുവൻ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഈ പറയുന്നത് മതന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ താല്പര്യത്തിനാണ് ഇവിടെ ഗവൺമെൻറ്റുകൾ ഭരിക്കുന്നതെന്നാണ്. ഞാൻ പറയട്ടെ, മലപ്പുറം ജില്ല മതന്യൂനപക്ഷത്തിൽ ആധിപത്യമുള്ള ജില്ലയാണ്. അവിടെ പാവപ്പെട്ട മുസൽമാനെല്ലാം രക്ഷപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഈ എക്കണോമിക് സർവേ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദരിദ്ര ജനവിഭാഗം ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. അവിടെ മുസ്ലിങ്ങളിൽ കുറെ പ്രമാണിമാരുണ്ട്, കുറെ കച്ചവടക്കാരുണ്ട്. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. അവരെ സഹായിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിലാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദനും CPIM-ഉം. പക്ഷേ പുതിയ രാഷ്ട്രീയവും പുതിയ കാഴ്ചപ്പാടുകളും മാറിയ കേരള സമൂഹത്തിൽ ഉയർത്താൻ പ്രേരിപ്പിക്കുകയാണ് ഇപ്പോൾ SNDP, വെള്ളാപ്പള്ളി നടേശൻ. അത് എത്രത്തോളം രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കും എന്നത് ഇനിയും കാണേണ്ട കാര്യമാണ്. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ VV രാജേഷ്, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ശ്രീ KJ ജേക്കബ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.